ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ടെലിവിഷൻ എഞ്ചിനീയറിംഗിലെ 7ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് എ പിക്ചർ ട്യൂബ്. സോ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് പിക്ചർ ട്യൂബ്. നമുക്ക് 2 പിക്ചർ ട്യൂബ്സ് പഠിക്കാനുണ്ട്, മോണോക്രോം പിക്ചർ ട്യൂബും കളർ പിക്ചർ ട്യൂബും. സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ കളർ തിയറി എന്നുള്ള ടോപ്പിക്ക് പഠിച്ചിരുന്നു. സോ കളർ തിയറി എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കളർ പിക്ചർ ട്യൂബ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് ഒബ്ജക്റ്റീവ് ചോദിക്കുന്ന ഒരു സെഷനാണ് പിക്ചർ ട്യൂബ് എന്നുള്ള പാർട്ട്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തായാലും നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമുക്കിതിൽ ഫണ്ടമെൻ്റൽ തിയറിയാണ് പഠിക്കുന്നത് പിക്ചർ ട്യൂബിൻ്റെ. നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് പഠിക്കാനുള്ളത് മോണോക്രോം പിക്ചർ ട്യൂബാണ്. മോണോക്രോം പിക്ചർ ട്യൂബിൽ 2 ബേസിക് പ്രിൻസിപ്പളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മോണോക്രോം പിക്ചർ ട്യൂബ് വർക്ക് ചെയ്യുന്നത്. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ് ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ. ഇത് ചോദിക്കാറുണ്ട്, ഏതൊക്കെ ബേസിക് പ്രിൻസിപ്പിളാണ് മോണോക്രോം പിക്ചർ ട്യൂബിൽ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ്ങും ഇലക്ട്രോ മാഗ്നറ്റിക് ഡിഫ്ലക്ഷനും അങ്ങനെ 2 പ്രോസസ്സുകളാണ്. സോ ജനറലി ഇതാണ് നമ്മുടെ മോണോക്രോം പിക്ചർ ട്യൂബിൻ്റെ സ്ട്രക്ചർ, എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ പാർട്ടുകളുണ്ട്. എല്ലാ പോയിൻറ്റുകളും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഈ ഫസ്റ്റ് സെഷനാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിനൊരു ബേസ് ഉണ്ട്, ഒരു കാഥോഡ് ഉണ്ട്. കെ സ്റ്റാൻഡ് ഫോർ കാഥോഡ്. G1 G2 G3. G1 സ്റ്റാൻഡ് ഫോർ കൺട്രോൾ ഗ്രിഡ്, G2 സ്റ്റാൻഡ് ഫോർ ആക്സിലറേറ്റിംഗ് ആനോഡ് ആൻഡ് G3 സ്റ്റാൻഡ്സ് ഫോർ ഫോക്കസിങ് ആനോഡ്. ഇതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഈ ഓരോ പാർട്ടിൻ്റെയും വർക്കിംഗ് നമുക്ക് പറയാനുണ്ട്. ഓരോ ബ്ലോക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് മനസ്സിലാവണമെങ്കിൽ, കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് മോണോക്രോം പിക്ചർ ട്യൂബിൻ്റെ ഈ ഫിഗർ എടുക്കാം. നിങ്ങൾ നോക്ക്. സോ ഇത് മോണോക്രോം പിക്ചർ ട്യൂബാണ്. 3 ഗ്രിഡ്സ് ഇതിൽ കാണിച്ചിട്ടുണ്ട്, നേരത്തെ ഫിഗർ പോലെ തന്നെ. സോ ഇനീഷ്യലി നിങ്ങൾ നോക്ക്, നമുക്ക് ഫസ്റ്റ് പാർട്ട് പറയാനുള്ളത് ഇലക്ട്രോൺ ഗണ്ണാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഇലക്ട്രോൺ ഗൺ എന്നുള്ള പാർട്ട്. ഇത്രയും സെഷനാണ് ഇലക്ട്രോൺ ഗണ്ണ് അല്ലേ. സോ ഇലക്ട്രോൺ ഗണ്ണിൽ നമുക്ക് ജനറലി കാത്തോഡും ഹീറ്ററും ഉണ്ട്. സോ ഹീറ്റർ എന്ന് പറയുന്നത് ജനറലി തെർമിയോണിക് എമിഷൻ എന്നുള്ളൊരു പ്രിൻസിപ്പിളിലാണ് ഹീറ്റർ വർക്ക് ചെയ്യുന്നത്. സോ എന്താണ് തെർമിയോണിക് എമിഷൻ? തെർമിയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പിളിൽ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇലക്ട്രോൺ ബീമിനെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺ ബീമിനെ നമ്മൾ ഈ ഇതിൻ്റെ സ്ക്രീനിലേക്കാണ് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, വാട്ട് ഈസ് എ റോൾ ഓഫ് ഹീറ്റർ? Heater is a resistive element placed inside the tube's cathode to heat it and produce by thermionic emission. Right? അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് നമ്മൾ ഇലക്ട്രോൺ ബീം ജനറേറ്റ് ചെയ്തു ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് തെർമിയോണിക് എമിഷൻ. അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺ ബീമിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ സ്ക്രീനിലേക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്ക്രീനിലൊരു ഫോസ്ഫറസ് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, എന്തിനാണ് ഫോസ്ഫറസ് കോട്ടിംഗ് യൂസ് ചെയ്യുന്നത്? ഫോസ്ഫറസ് കോട്ടിംഗ് ആണ് ജനറലി. അപ്പോൾ ഈ ഫോസ്ഫറസ് കോട്ടിങ്ങിലേക്ക് ഇലക്ട്രോൺ ബീം എത്തുമ്പോഴാണ് നമ്മുടെ സ്ക്രീൻ എനേബിൾ ആവുന്നത്. അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ഇൻറ്റൻസിറ്റിയിൽ ഇലക്ട്രോൺ ബീംസിനെ ഇതിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പിക്ചർ ട്യൂബ് ഓൺ ആവുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമുക്ക് ഫോസ്ഫറസ് കോട്ടിംഗ് ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ സ്ക്രീൻ ഉണ്ട്, ഫോസ്ഫറസ് കോട്ടിംഗ് ഉണ്ട്. ഈ ഫോസ്ഫറസ് കോട്ടിങ്ങിലേക്ക് എനിക്ക് ചെയ്യേണ്ട കാര്യം, ഞാനിവിടെ എൻ്റെ ഇലക്ട്രോൺ ഗണ്ണിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ബീംസിനെ എന്ത് ചെയ്യിക്കണം? ബോംബാർഡ് ചെയ്യിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യിക്കണം? ഹിറ്റ് ചെയ്യിക്കണം. ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ആദ്യം നമ്മൾ ഇലക്ട്രോൺ ബീമിനെ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഗ്രിഡ് നിങ്ങൾ നോക്കുക, കൺട്രോൾ ഗ്രിഡാണ്. സോ വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് കൺട്രോൾ ഗ്രിഡ്? കൺട്രോൾ ഗ്രിഡ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദി ഇലക്ട്രോൺ ബീം. എത്ര ഇലക്ട്രോൺ ബീം ഫോസ്ഫറസ് സ്ക്രീനിലേക്ക് എത്തണം എന്ന് തീരുമാനിക്കാനാണ് കൺട്രോൾ ഗ്രിഡ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജനറലി പറയാം, കൺട്രോൾ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രിഡാണ്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, കാത്തോഡ് എന്നുള്ള പാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ആനോഡ് കാണാം. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജസ് ആയതുകൊണ്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ ഗ്രിഡ് എന്നുള്ളത് ജനറലി എന്താണ്? ഒരു സെഷനാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺ ബീമിൻ്റെ എണ്ണത്തിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കൺട്രോൾ ഗ്രിഡ് യൂസ് ചെയ്യാം. സോ കൺട്രോൾ ഗ്രിഡിൻ്റെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. കൺട്രോൾ ഗ്രിഡ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ബ്രൈറ്റ്നസ് കൺട്രോൾ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ബ്രൈറ്റ്നസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബ്രൈറ്റ്നസ് കൺട്രോളിനും നമ്മൾ കൺട്രോൾ ഗ്രിഡ് യൂസ് ചെയ്യും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഇലക്ട്രോൺ ബീമിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് കുറയും. ഇലക്ട്രോൺ ബീമിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ പി എസ് സിക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ബ്രൈറ്റ്നസ് കൺട്രോളിനും കോൺട്രാസ്റ്റ് കൺട്രോളിനും മോണോക്രോം പിക്ചർ ട്യൂബിന് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സോ ബ്രൈറ്റ്നസ് കൺട്രോളിന് ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത് കൺട്രോൾ ഗ്രിഡും, കോൺട്രാസ്റ്റ് കൺട്രോളിന് ജനറലി യൂസ് ചെയ്യുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന വീഡിയോ ആംപ്ലിഫയറുമാണ്. അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ദ കൺട്രോൾ ഗ്രിഡ് ഈസ് യൂസ്ഡ് ഫോർ ബ്രൈറ്റ്നസ് കൺട്രോൾ ഓഫ് ടി വി. നമ്മുടെ പിക്ചർ ട്യൂബിൽ ബ്രൈറ്റ്നസ് കൺട്രോളിനും നമ്മൾ എന്ത് യൂസ് ചെയ്യും? കൺട്രോൾ ഗ്രിഡ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോൺ ബീമിനെ ജനറേറ്റ് ചെയ്തു, ഇലക്ട്രോൺ ബീമിനെ എന്ത് ചെയ്തു? എമൗണ്ട് കൺട്രോൾ ചെയ്തു. സോ നെക്സ്റ്റ് ഗ്രിഡ് നമ്പർ 2 ഏതാണ്? വി ഹാവ് ആക്സലറേഷൻ ആനോഡ്. സോ എന്തായിരിക്കും ആക്സലറേഷൻ ആനോഡ്? വളരെ ക്ലിയർ ആണ്, ആ വേർഡിൽ തന്നെ ക്ലിയർ ആണ് അല്ലേ, ആക്സിലറേഷൻ. സോ ഇത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂസിങ് ആക്സലറേറ്റിംഗ് ആനോഡ് വി ഇൻക്രീസ് ദി കൈനറ്റിക് എനർജി ഓർ സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ ബീം. ഒരു ഇലക്ട്രോൺ ബീമിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ ആക്സലറേറ്റിംഗ് ആനോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറലി ആക്സലറേറ്റിംഗ് ആനോഡ് വഴിയാണ് നമ്മൾ ഇലക്ട്രോൺ ബീമിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജനറലി വർക്ക് ചെയ്യുന്നത് 400 to 800 വോൾട്ടേജിലാണ്. നമുക്ക് പറയാം, അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ആണ് നിങ്ങൾ നോക്കുക, അടുത്ത ഗ്രിഡ് നമ്പർ 3 ജനറലി ഫോക്കസിങ് ആനോഡാണ്. സോ വാട്ട് ഈസ് ഫോക്കസിങ് ആനോഡ്? നിങ്ങൾ നോക്കുക, ഫോക്കസിങ് ആനോഡ് എന്ന് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. നമ്മൾ ഫോസ്ഫർ സ്ക്രീൻ എന്ന് പറഞ്ഞു. ഈ ഫോസ്ഫർ സ്ക്രീനിലെ ഒരു കോമൺ പോയിന്റിലേക്കാണ് നമുക്ക് ഇലക്ട്രോൺ ബീമിനെ പമ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോക്കസിങ് ആനോഡിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോൺ ബീമിനെ ഹിറ്റ് ചെയ്യണമെങ്കിൽ ഫോക്കസിങ് ആനോഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? അതിന് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കൺട്രോൾ ഗ്രിഡ് എന്നുള്ളത് ഇലക്ട്രോൺ ബീമിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യും. ആക്സലേറ്ററിങ് ആനോഡ് എന്നുള്ളത് ആക്സലറേഷൻ അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയെ കൺട്രോൾ ചെയ്യും. ഫോക്കസിങ് ആനോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺ ബീമിനെ ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇതാണ് 3 ഗ്രിഡ്സിൻ്റെ റോള്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴയ ഫിഗർ തന്നെ എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കൺട്രോൾ ഗ്രിഡ്, ആക്സലേറ്റിംഗ് ആനോഡ്, ഫോക്കസിങ് ആനോഡ്, ഇതുവഴി നമ്മൾ ഇലക്ട്രോണിനെ ഒരു കോമൺ പോയിന്റിലേക്ക് എന്ത് ചെയ്തു? ഫോസ്ഫർ കോട്ടിങ് എന്താണെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്ര ഇതിൻ്റെ വർക്കിംഗ് ഉള്ളൂ, ജനറൽ വർക്കിംഗ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ബ്ലോക്കുകളും പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് പുറമെ ഇതിലെന്തുണ്ട്? ഡിഫ്ലക്ഷൻ കോയിൽസ് ഉണ്ട്. നമ്മൾ ഡിഫ്ലക്ഷൻ കോയിൽസ് ഓൾറെഡി സ്കാനിങ്ങിൻ്റെ സമയത്ത് പഠിച്ചാണ്. 2 ഡിഫ്ലക്ഷൻ കോയിൽസ്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കോയിലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ കോയിലും. അപ്പോൾ നമ്മൾ ക്യാമറയിലുള്ള വെർട്ടിക്കൽ സിഗ്നൽസും ഹൊറിസോണ്ടൽ സിഗ്നൽസും നമുക്ക് എന്താണ് സ്ക്രീനിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ 2 കോയിൽസ് യൂസ് ചെയ്യാം. അപ്പോൾ വെർട്ടിക്കൽ മൂവ്മെൻറ്റും, നമ്മൾ ആ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഒരു സോ ടൂത്ത് വേവ് വെച്ച് പറഞ്ഞിരുന്നു അല്ലേ. സോ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യാനാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കോയിലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ കോയിലും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിന് പുറമെ ഇതിൽ കുറേ കോട്ടിങ്ങുകൾ കാണാം നിങ്ങൾക്ക് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു എക്സ്റ്റേണൽ കണ്ടക്റ്റീവ് കോട്ടിങ് കാണാം, അതുപോലെ ഇവിടെ ഒരു അലുമിനൈസർ കോട്ടിങ് കാണാം, ഇവിടെ ഒരു ഫോസ്ഫർ കോട്ടിങ് കാണാം. ഇതൊക്കെ എന്തിനാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജനറൽ വർക്കിംഗ് ഞാനിപ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് ഒരു കോമൺ പോയിന്റിലേക്ക് ഇലക്ട്രോൺ ബീം വെച്ചിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു. ബാക്കി പ്രിൻസിപ്പിളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്കിതിൽ 1 by 1 ആയിട്ട് നോക്കാം ഓരോ പാർട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇലക്ട്രോൺ ഗൺ. സോ the cathode is indirectly heated and consists of a cylinder of nickel that is coated at its end with tungsten or barium and strontium oxides. അതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും നോക്കണ്ട നിങ്ങൾ. അപ്പോൾ ഇലക്ട്രോൺ ബീമിനെ ജനറേറ്റ് ചെയ്യാനാണ് ഈ സെഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഹീറ്റർ, എ റെസിസ്റ്റീവ് എലമെൻറ്റ് പ്ലേസ്ഡ് ഇൻസൈഡ് ദി ട്യൂബ്സ് കാഥോഡ് ടു ഹീറ്റ് ഇറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ബൈ തെർമിയോണിക് എമിഷൻ. തെർമിയോണിക് എമിഷൻ വഴി അതിലേക്കുള്ള ടെമ്പറേച്ചറിനെ ജനറേറ്റ് ചെയ്യാനാണ് ഹീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ദ വോൾട്ടേജ് ഓഫ് ഹീറ്റർ ഈസ് മോസ്റ്റ്ലി 6 volt. 6 വോൾട്ടാണ് നമ്മൾ ഹീറ്ററിന് വേണ്ടി യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. ബട്ട് സം ആർ ഡിസൈൻ ടു 12 volt. അപ്പോൾ 6 volt എന്നായിരിക്കും ചിലപ്പോൾ ഹീറ്ററിന് നമ്മൾ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ചോദിക്കുകയാണെങ്കിൽ 6 volട്ടും 12 volട്ടും എന്താണ്? കറക്റ്റാണ്, റൈറ്റ്. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൺട്രോൾ ഗ്രിഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, it is maintained at negative potential with respect to cathode and controls the flow of electron from the cathode. A variable bias control either the cathode circuit or control grid lead is provided to control the electron density. That is meant by
ബ്രൈറ്റ്നസ് കൺട്രോളിനാണ് നമ്മൾ ജനറലി കൺട്രോൾ ഗ്രിഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നെഗറ്റീവ് പൊട്ടൻഷ്യലാണെന്ന് പറഞ്ഞു. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഫ്ലോ ഓഫ് ഇലക്ട്രോണിനെ കൺട്രോൾ ചെയ്യാനാണെന്ന് പറഞ്ഞു. സോ എക്സാമിന് ചോദിക്കുന്നതാണ് ബ്രൈറ്റ്നസ് കൺട്രോൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് കോൺട്രാസ്റ്റ് കൺട്രോൾ പിക്ചർ ട്യൂബിൽ പെർഫോം ചെയ്യുന്നത്. കോൺട്രാസ്റ്റ് കൺട്രോൾ ഈസ് ആക്ച്വലി ദ ഗെയിൻ കൺട്രോൾ ഓഫ് ദി വീഡിയോ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ കൺട്രോൾ ഗ്രിഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കുന്ന സെഷനാണ്. നെക്സ്റ്റ് നമ്മൾ ആക്സലേറ്റിംഗ് ആനോഡ് പറഞ്ഞു അല്ലേ. ആക്സലേറ്റിംഗ് ആനോഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് കൈനറ്റിക് എനർജി. ആക്സലേറ്റിംഗ് ആനോഡ് വിൽ ഇൻക്രീസ് ദി കൈനറ്റിക് എനർജി ഓർ സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ ബീം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഫോർ മോണോക്രോം ട്യൂബ് ദ വോൾട്ടേജ് ഈസ് നോർമലി പ്രസൻറ്റ് അറൗണ്ട് 100 to 250 volt, while in color tube it is from 400 to 800 volt. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആക്സലേറ്റിംഗ് ആനോഡിൽ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയെന്ന് ചോദിക്കാം. സോ മോണോക്രോം പിക്ചർ ട്യൂബ് ആണെങ്കിൽ അതിന് റിക്വയർഡ് ആയിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ്, 100 to 250 volt ആണ്. കളർ പിക്ചർ ട്യൂബ് ആണെങ്കിൽ നമുക്ക് വേണ്ട ആക്സലേറ്റിംഗ് ആനോഡിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 400 to 800 volt ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫോക്കസ് ഇലക്ട്രോഡ്. നമ്മൾ പറഞ്ഞല്ലോ മൂന്നാമത്തെ ഗ്രിഡായിരുന്നു ഫോക്കസ് ഇലക്ട്രോഡ്. ഫോക്കസ് ഇലക്ട്രോഡിൻ്റെ മെയിൻ റോൾ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് സ്പോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനാണ് ഫോക്കസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. ദിസ് ആനോഡ് ഈസ് യൂസ്ഡ് ടു ഫോക്കസ് ദി ഇലക്ട്രോൺ ബീം യൂസിങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ടു പ്രിവെൻറ്റ് സ്പ്രെഡിങ് ഓഫ് ദി ഇലക്ട്രോൺ. ദിസ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് എ ഷാർപ്പ് ആൻഡ് ക്ലിയർ സ്പോട്ട് ഓൺ ദി സ്ക്രീൻ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഫോക്കസിങ് ഇലക്ട്രോഡിൻ്റെ വോൾട്ടേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോണോക്രോം ടെലിവിഷൻ ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് 0 to 200 volt ആണ് വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത്. കളർ ടെലിവിഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ റിക്വയർ 4 to 7 kilovolt. അപ്പോൾ വാല്യൂസ് ഓർത്ത് വയ്ക്കുക. ഫോക്കസ് ഇലക്ട്രോഡിന് വേണ്ടത് 0 to 200 കളർ TV വേണ്ടത് എന്താണ്, 4 to 7 kV ആണ്. ആക്സിലേറ്റിംഗ് ആനോഡിൽ 100 to 250 400 to 800 നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് സ്ക്രീൻ ഫോസ്ഫർ. സോ വാട്ട് ഈസ് സ്ക്രീൻ ഫോസ്ഫർ? സ്ക്രീൻ ഫോസ്ഫർ നമ്മൾ പറഞ്ഞു ഫോസ്ഫറസ് മെറ്റീരിയൽ നമ്മളിതിലേക്ക് വെക്കുന്നതായിരുന്നു സ്ക്രീൻ ഫോസ്ഫർ എന്ന് പറയുന്നത്. ദ മെറ്റീരിയൽ അപ്ലൈഡ് ഓൺ ഇൻസൈഡ് ദി ഗ്ലാസ് പ്ലേറ്റ്, ദ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ ഓഫ് ദി ബീം ഈസ് ഹിറ്റിംഗ് ഇൻ ദി ഫോസ്ഫർ, എക്സൈറ്റ് ഇറ്റ്സ് ആറ്റം വിത്ത് റിസൾട്ട് ദ കറസ്പോണ്ടിങ് സ്പോട്ട് ഫ്ലൂറസൻസ് ദ എമിറ്റ്സ് ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ബീം ഹിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഫോസ്ഫർ സ്ക്രീൻ ആക്ടിവേറ്റ് ആവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്ക്രീൻ ഫോസ്ഫർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അക്യൂഡാക് കോട്ടിംഗ്. നിങ്ങൾ ഈ ഫിഗറിൽ തന്നെ കുറേ കോട്ടിങ്ങുകൾ കാണാം, ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഏതൊക്കെയാണ്, നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, ഫോസ്ഫർ കോട്ടിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അക്യൂഡാക് കോട്ടിംഗ്, അതുപോലെ അലുമിനൈസ്ഡ് കോട്ടിംഗ്. നമുക്ക് നോക്കാം, അതിൻ്റെയൊക്കെ ഫംഗ്ഷൻ നോക്കാം. സോ നിങ്ങൾ നോക്കുക, നമ്മൾ അക്യൂഡാക് കോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻ വേണ്ടിയിട്ടാണ്. ദ ഫസ്റ്റ് ഫംഗ്ഷൻ, ദ കോട്ടിംഗ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഓർഡർ ടു ആക്സലേറ്റ് ദി ഇലക്ട്രോൺ ബീം ആഫ്റ്റർ പാസിംഗ് ബിറ്റ്വീൻ ദ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിന് ശേഷം നമ്മൾ ഒന്നുമില്ല, ഇലക്ട്രോൺ ബീം ഹൈ ആക്സലറേഷൻ എത്താൻ ഈ കോട്ടിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. രണ്ടാമത്തെ പാരാമീറ്റർ, അവോയ്ഡ് ദി സെക്കൻഡറി എമിഷൻ. അപ്പോൾ ഒരു സിംഗിൾ എമിഷൻ അറ്റ് എ ടൈം നടക്കുള്ളൂ. സെക്കൻഡറി എമിഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ നമുക്ക് ഈ അക്യൂഡാക് കോട്ടിങ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കാം കുറേ കോട്ടിങ്ങുകളുണ്ട്, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ ചോദിക്കാം. ഓക്കെ, ഇനി ഒരു അലുമിനൈസ്ഡ് കോട്ടിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ അലുമിനൈസ്ഡ് കോട്ടിങ്ങിന് 3 ഫംഗ്ഷനാണുള്ളത്. ഒന്ന്, ഇറ്റ് ഈസ് ആക്ട് ആസ് എ മിറർ, റിഫ്ലക്ട് ദി എമിറ്റഡ് ലൈറ്റ് ടുവേർഡ്സ് ദി വ്യൂവർ. അപ്പോൾ ഒരു മിററായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിലേക്ക് പതിക്കുന്ന ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ വ്യൂവറിന് തോന്നും. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ, ഇറ്റ് ആക്ട് ആസ് ഹീറ്റ് സിങ്ക് ടു റെഡ്യൂസ് ദി ചാൻസ് ഓഫ് ഫോസ്ഫർ ബേണിംഗ്. ഫോസ്ഫർ കോട്ടിംഗ് ഉണ്ടായതുകൊണ്ട് ഫോസ്ഫർ ബേണിങ്ങിന് ചാൻസ് ഉണ്ട്. ഈ ഫോസ്ഫർ ബേണിങ് ഒഴിവാവാൻ ഹീറ്റ് സിങ്കായിട്ട് എന്ത് ആക്ട് ചെയ്യും, അലുമിനൈസ്ഡ് കോട്ടിംഗ് ആക്ട് ചെയ്യും. ആൻഡ് ടു അവോയ്ഡ് ദി ബിൽഡപ്പ് ചാർജ് ഓൺ ദി ഫോസ്ഫർ, ഈ ഫോസ്ഫറിലുണ്ടാവുന്ന അൺവാണ്ടഡ് ബിൽഡപ്പ് ചാർജസിനെ ഓവർകം ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, അലുമിനൈസ്ഡ് കോട്ടിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ 3 ഫംഗ്ഷൻ, ഒരു മിററായിട്ട് ആക്ട് ചെയ്യും, ഹീറ്റ് സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യും, അതുപോലെ എന്തായിട്ട് ആക്ട് ചെയ്യും, ഫോസ്ഫറസിലുണ്ടാവുന്ന ചാർജസിനെ ബിൽഡപ്പ് ഒഴിവാക്കാനും അലുമിനൈസ്ഡ് കോട്ടിംഗ് യൂസ് ചെയ്യും. അക്യൂഡാക് കോട്ടിംഗ് എന്തായിരുന്നു, സെക്കൻഡറി എമിഷൻ ഒഴിവാക്കാനായിരുന്നു അക്യൂഡാക് കോട്ടിംഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹൈ ആക്സലറേഷൻ പ്രൊവൈഡ് ചെയ്യാനും അക്യൂഡാക് കോട്ടിംഗ് യൂസ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കോട്ടിങ്ങിന് റോള് ചോദിക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, അടുത്തതാണ് ബേസ്.
സോ നിങ്ങൾ ഈ ഫിഗറിൽ ബേസ് കണ്ടില്ലേ, എവിടെ ബേസ് വരുന്നത്? സോ നിങ്ങൾ നോക്ക്, ബേസ് സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ബേസ് സിഗ്നൽ. സോ ബേസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ബേസ് എന്ന് പറയുന്നത് ജനറലി ഓൾ ദി കണക്ഷൻ ടു ദി ഇൻസൈഡ് പിക്ചർ ട്യൂബ് ഈസ് ത്രൂ ദ ബേസ് പിൻ. അപ്പോൾ ഒരു ബേസ് ഒരു പിൻ പോലെ ആക്ട് ചെയ്യും. അതായത് നമ്മൾ മോണോക്രോം പിക്ചർ ട്യൂബിൽ എല്ലാ എലമെൻസിനെയും ഇൻറ്റേർണലി കണക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഓരോ നമ്പറും എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത്രയാണ് നമ്മൾ മോണോക്രോം പിക്ചർ ട്യൂബിൽ പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബേസ് എന്ന് പറയുന്നത് അതിലേക്കുള്ള കണക്ഷൻ, നമ്മൾ കാത്തോഡ് ഇലക്ട്രോൺ ഗണ്ണ് വഴി ഇലക്ട്രോൺ ബീമിനെ ജനറേറ്റ് ചെയ്തു, കൺട്രോൾ ഗ്രിഡ് വഴി അതിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്തു, ബ്രൈറ്റ്നസ് കൺട്രോളും കൺട്രോൾ ഗ്രിഡ് വഴി ചെയ്തു, ആക്സിലേറ്റിംഗ് ആനോഡ് വഴി നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ആക്സിലറേഷൻ കൂട്ടി, ഫോക്കസിങ് ആനോഡ് വഴി നമ്മളൊരു സ്പെസിഫിക് പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തു. ഇവിടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷനും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷനും കോയിലുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു അക്യൂഡ കോട്ടിംഗ് വഴി നമ്മൾ സെക്കൻഡറി എമിഷനെ ഓവർകം ചെയ്തു. ഫോസ്ഫറസ് കോട്ടിംഗ് എന്നുള്ളത് ഇലക്ട്രോൺ ബീം എത്തുമ്പോഴാണ് ഫോസ്ഫറസ് സ്ക്രീൻ ആക്ടിവേറ്റ് ആവുന്നതെന്ന് പറഞ്ഞു. അലുമിനൈസ് കോട്ടിങ്ങിൻ്റെ റോള് പറഞ്ഞു, മിററായിട്ട് ആക്ട് ചെയ്യും, ഹീറ്റ് സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. വളരെ ക്ലിയർ ആണ്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, ഇതിലേക്ക് വരുന്ന സപ്ലൈ നിങ്ങൾ കണ്ടോ, സപ്ലൈ വിൽ ബി EHT. EHT സ്റ്റാൻഡ് ഫോർ എക്സ്ട്രാ ഹൈ ടെൻഷൻ. അപ്പോൾ EHT എന്നുള്ളത് ജനറലി 18 വോൾട്ടാണ്, 18 കിലോ വോൾട്ടാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇതിലേക്കുള്ള പവർ സപ്ലൈ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോണോക്രോം പിക്ചർ ട്യൂബിൽ പറയാനുള്ളത്. ഇനി കളർ പിക്ചർ ട്യൂബ് ആവുകയാണെങ്കിൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കളർ പിക്ചർ ട്യൂബാണ്. എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കളർ പിക്ചർ ട്യൂബ്? സോ കളർ പിക്ചർ ട്യൂബ് ആണെങ്കിൽ ജനറലി 3 കാഥോഡ് ഉണ്ടാവും, 3 സ്പെസിഫിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീം ഉണ്ടാവും അല്ലേ. ഏതായിരിക്കും 3 ഇലക്ട്രോൺ? അതിൻ്റെ ബേസിക് കളേഴ്സ് അപ്പോൾ നിങ്ങളിവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. ദ കളർ ടെലിവിഷൻ പിക്ചർ ട്യൂബ് സ്ക്രീൻ ഈസ് കോട്ടഡ് വിത്ത് 3 ഡിഫറെൻറ്റ് ഫോസ്ഫേഴ്സ്, 1 ഫോർ ഈച്ച് ചൂസൺ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ പ്രൈമറീസ്. 3 കളേഴ്സിനും 3 ഫോസ്ഫറസ് കോട്ടിങ്ങും അതുപോലെ 3 കാഥോഡും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് കളർ പിക്ചർ ട്യൂബ്. ദ 3 ഫോസ്ഫറസ് ആർ ഫിസിക്കലി സെപ്പറേറ്റ് ഫ്രം വൺ അനദർ ആൻഡ് ഈച്ച് ഈസ് എനർജൈസ്ഡ് ബൈ ഇലക്ട്രോൺ ബീം ഓഫ് ഇൻറ്റൻസിറ്റി ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റെസ്പെക്റ്റീവ് കളർ വോൾട്ടേജ് റീപ്രൊഡ്യൂസ്ഡ് ഇൻ ദി ടെലിവിഷൻ റിസീവർ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കളർ പിക്ചർ ട്യൂബ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പോൾ 3 ടൈപ്പ് കളർ പിക്ചർ ട്യൂബാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡെൽറ്റ ഗൺ, സെക്കൻഡ് വൺ ഈസ് ഗൺസ് ഇൻ എ ലൈൻ ഓർ പ്രിസിഷൻ ഇൻ ലൈൻ കളർ പിക്ചർ ട്യൂബ്, തേർഡ് വൺ ഈസ് സിംഗിൾ സൺ ഓർ ട്രിനിട്രോൺ കളർ പിക്ചർ ട്യൂബ്. മൂന്നും അതിൻ്റെ ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഒരു പിക്ചർ ട്യൂബിൻ്റെ വർക്കിംഗ് ജനറലി നോക്കാം, അത് തന്നെയായിരിക്കും ബാക്കി 2 പിക്ചർ ട്യൂബിൻ്റെയും വർക്കിംഗ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയാണ് ജനറലി പിക്ചർ ട്യൂബ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ എന്തൊക്കെ ഡിഫറൻസുകളാണ് നമ്മൾ മോണോക്രോം പിക്ചർ ട്യൂബായിട്ടുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, മോണോക്രോം പിക്ചർ ട്യൂബിൽ സിംഗിൾ കാഥോഡായിരുന്നു, പക്ഷേ കളർ പിക്ചർ ട്യൂബിൽ 3 സെപ്പറേറ്റ് കാഥോഡ്. ഈ 3 സെപ്പറേറ്റ് കാഥോഡ് എന്ന് പറയുമ്പോൾ 3 പ്രൈമറി കളേഴ്സിനും 3 കാഥോഡ്സ് യൂസ് ചെയ്യും. റെഡിന് സെപ്പറേറ്റ്, ഗ്രീനിന് സെപ്പറേറ്റ്, ബ്ലൂക്ക് സെപ്പറേറ്റ് അല്ലേ. അപ്പോൾ കൺട്രോൾ ഗ്രിഡും ആക്സിലേറ്റിംഗ് ആനോടും ഫോക്കസിങ് ആനോടും വഴി നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഈ ഫോസ്ഫർ സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്യും. ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഫോസ്ഫർ സ്ക്രീനിലും ഓരോ ഡോട്ടുകൾ ഉണ്ടാവും, ഓരോ കളറിന് റിസർവ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കളർ പിക്ചർ ട്യൂബ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഡെൽറ്റ ഗൺ കളർ പിക്ചർ ട്യൂബ്. സോ നിങ്ങൾ നോക്ക്, ഡെൽറ്റ ഗൺ കളർ പിക്ചർ ട്യൂബ് എന്ന് പറയുന്നത് ഇതിൽ പറയുന്നുണ്ട്. ഡെൽറ്റ ഗൺ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഫിഗറിലൂടെ പറയാം. ഇതാണ് നമ്മുടെ കാഥോഡ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഷേപ്പ്. നിങ്ങൾ കണ്ടോ, ഇലക്ട്രോൺ ഗണ്ണ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 3 ഇലക്ട്രോൺ ഗണ്ണുകളുണ്ട്, റെഡ്, ഗ്രീൻ, ബ്ലൂ നമ്മുടെ പ്രൈമറി കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന അതിൻ്റെ ഫോസ്ഫർ ഡോട്ട്സ് ആണ്. ഫോസ്ഫർ സ്ക്രീനിൽ ഓരോ കളറിനും ഓരോ ഡോട്ട്സുകൾ കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വളരെ ക്ലിയർ ആണ്. റെഡ് കളറ് ഈ റെഡ് ഡോട്ടിലേക്കും, ഗ്രീൻ കളറ് ഗ്രീൻ ഡോട്ടിലേക്കും, ബ്ലൂ കളറ് ബ്ലൂ ഡോട്ടിലേക്കും എന്ത് ചെയ്യണം, ഹിറ്റ് ചെയ്യണം. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മൾ ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യുമ്പോൾ മേ ബി അതിൻ്റെ പൊസിഷനിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇത് ഓവർകം ചെയ്യാനാണ് നമ്മൾ ജനറലി ഷാഡോ മാസ്ക് യൂസ് ചെയ്യുന്നത്. ഷാഡോ മാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്, നമ്മൾ അതിന് ഇൻബിറ്റ്വീനായിട്ടൊരു ലെയർ വെക്കും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഒരു പോയിന്റിലേക്ക് നമ്മൾ ലൈറ്റ് അടിക്കുകയാണ്. അങ്ങനെ കുറേ ലൈറ്റുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമൺ പോയിന്റിലേക്ക് ഒരു ലൈറ്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനിടയിൽ ഒരു ഷാഡോ മാസ്ക് വെക്കും, ഒരു ഹോളും വെക്കും. ആ ഹോളിലൂടെ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ
കറക്റ്റ് നമ്മൾ വിചാരിച്ച പോയിന്റിലേക്ക് അത് ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇത്ര ഇതിൻ്റെ മീനിങ് ഉള്ളൂ, നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഷാഡോ മാസ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എങ്ങോട്ടാണോ നമുക്ക് ഇലക്ട്രോൺ ഗണ്ണിനെ പമ്പ് ചെയ്യിക്കേണ്ടത് ആ കറക്റ്റ് പോയിന്റ് നമുക്ക് ഷാഡോ മാസ്കിൻ്റെ ഹെൽപ്പോടുകൂടി അച്ചീവ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു കറക്റ്റ് ഫോക്കസിങ് എന്നുള്ളൊരു പർപ്പസും ഉണ്ട് ഷാഡോ മാസ്കിന്. അപ്പോൾ ഇതാണ് ഡെൽറ്റ ഗൺ പിക്ചർ ട്യൂബ്. അതിൽ ഓർത്ത് വയ്ക്കുക, ഇലക്ട്രോൺ ഗൺ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോൺ ഗൺ ജനറലി ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ 3 കളേഴ്സ് ഉണ്ടാവും. ഈ 3 കളേഴ്സിൻ്റെ പ്രത്യേകത 3ഉം 120 ഡിഗ്രി ഉള്ള ഒരു ആംഗിളിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ നോട്ട്സ് നോക്കാം. ഇറ്റ് എംപ്ലോയ്സ് 3 separate guns, 1 for each phosphor. The guns are equally spaced 120 degree interval with respect to each other and title inverts the reflection to the axis of the tube. എല്ലാം 120 ഡിഗ്രിയിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. They form an equilateral triangular configuration. The phosphor screen arranged 3 colors phosphor are arranged in a group is called triads. അപ്പോൾ ഈ ഫോസ്ഫർ സ്ക്രീനിൽ നമ്മൾ ഈ കളേഴ്സിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രയാഡ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു ബിഹൈൻഡ് ദി ട്യൂബ് സ്ക്രീൻ ഈസ് ലൊക്കേറ്റഡ് എ തിൻ മെറ്റൽ ഷീറ്റ് ഈസ് നോൺ ആസ് ഷാഡോ മാസ്ക്. ഷാഡോ മാസ്കിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ. ദ മാസ്ക് ഹാസ് 1 hole for every phosphor dot triad on the screen. The various holes are so oriented that electron of the 3 beam on passing through any one hole will hit only the corresponding color phosphorus dot on the screen. അപ്പോൾ കറക്റ്റായിട്ട് ആ ഫോസ്ഫറസ് സ്ക്രീനിലേക്ക് ഇലക്ട്രോണിനെ പമ്പ് ചെയ്യിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയേറ്ററാണ് ഷാഡോ മാസ്ക്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഡെൽറ്റ ഗൺ പിക്ചർ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ 120 ഡിഗ്രിയുള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അറേഞ്ച്മെൻറ്റിലാണ് നമ്മൾ കാഥോഡിനെ ഫോക്കസ് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സെക്കൻഡ് ടൈപ്പ് കളർ പിക്ചർ ട്യൂബ് എന്ന് പറയുന്നത് പ്രിസിഷൻ ഇൻലൈൻ കളർ പിക്ചർ ട്യൂബാണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പ്രിസിഷൻ ഇൻലൈൻ കളർ പിക്ചർ ട്യൂബ് എന്ന് പറയുന്നത് ദ 3 guns which are aligned precisely in a horizontal line. The inline gun configuration help in simplifying the convergence. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മൾ മറ്റേതിലും 120 ഡിഗ്രി ആംഗിളിലായിരിക്കും 3 കളേഴ്സ് വെച്ചിരുന്നത്. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടോ, ഒരു ഹൊറിസോണ്ടൽ ലൈനിനാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടെ ബ്ലൂ, ഗ്രീൻ, റെഡ് ഈ 3 കളേഴ്സ് ഒരു സിംഗിൾ ലൈനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ കാഥോഡ്, ഇതാണ് നമ്മുടെ ഫോസ്ഫറസ് സ്ക്രീന്, ഇതാണ് നമ്മുടെ ഷാഡോ മാസ്ക്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഇലക്ട്രോൺ ബീംസ് എങ്ങനെയാണ് പമ്പ് ചെയ്യുന്നതെന്ന് ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പ്രിസിഷൻ ഇൻലൈൻ കളർ പിക്ചർ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂന്നാമത്തെ ടൈപ്പാണ് ട്രിനിട്രോൺ കളർ പിക്ചർ ട്യൂബ്. ട്രിനിട്രോൺ കളർ പിക്ചർ ട്യൂബിൻ്റെ മെയിൻ ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്കിത് ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രിസിഷൻ ഇൻലൈനാണെന്ന് തോന്നും, പക്ഷേ ഇതിൽ ഡിഫറൻസ് നിങ്ങൾ നോക്കുക. ഡിഫറൻസ് എന്നുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മളോട് ചെയ്യുന്നത് 3 കാഥോഡായിരുന്നു നമ്മൾ കളർ പിക്ചർ ട്യൂബിൽ യൂസ് ചെയ്തത് അല്ലേ. ഇവിടെ നമ്മൾ 3 കാഥോഡ് യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് എംപ്ലോയ്സ് എ സിംഗിൾ ഗൺ ഹാവിങ് 3 ഇൻലൈൻ കാഥോഡ്സ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഒരൊറ്റ കാഥോഡേ ഉള്ളൂ. ആ കാഥോഡിൽ തന്നെ പക്ഷേ നമ്മൾ 3 സെപ്പറേറ്റ് ബീമുകൾ സെറ്റ് ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ട്രിനിട്രോൺ ക്യാമറ ട്യൂബ് സിംഗിൾ ഇലക്ട്രോൺ ബീമാണ്, സിംഗിൾ ഇലക്ട്രോൺ ഗണ്ണാണ്. പക്ഷെ എന്താണ്, അതിൻ്റെ ഉള്ളിൽ 3 കാഥോഡ് ഉണ്ടാവും. പക്ഷെ ബാക്കി പറഞ്ഞ 2 കേസിൽ എന്തായിരുന്നു, 3 ഇലക്ട്രോൺ ഗണ്ണ് നമ്മൾ സെപ്പറേറ്റ്ലി യൂസ് ചെയ്തിരുന്നു അല്ലേ. സോ ദ ട്രിനിട്രോൺ ഓർ 3-line cathode color picture tube was developed by Sony Corporation of Japan around 1970. ഓക്കെ, അപ്പോൾ ഇതാണ് 3 പിക്ചർ ട്യൂബുകൾ. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഡെൽറ്റ ഗൺ എന്താണ്, അതുപോലെ പ്രിസിഷൻ ഇൻലൈൻ എന്താണ്, അതുപോലെ എന്താണ് ട്രിനിട്രോൺ എന്താണ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുക. നമ്മൾ ആദ്യം പഠിച്ച എന്താണ് മോണോക്രോം പിക്ചർ ട്യൂബ് എന്താണ്, ഇതിൽ ഓരോന്നിൻ്റെയും വർക്കിംഗ് എങ്ങനെയാണ്, ഓരോ ബ്ലോക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് കളർ പിക്ചർ ട്യൂബ്, അതിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, ഏതൊക്കെയാണ് കളർ പിക്ചർ ട്യൂബ്, കളർ പിക്ചർ ട്യൂബിൽ എന്താണ് ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷാഡോ മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ടൈപ്പ് കളർ പിക്ചർ ട്യൂബിലും എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ ബീമിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ 3 പിക്ചർ ട്യൂബ് പഠിച്ചതിൽ 3 ടൈപ്പ് കളർ പിക്ചർ ട്യൂബ് പഠിച്ചല്ലോ. ഇതിൽ ഇനിയും പോയിൻറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സുകളൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് സോൾവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ പറഞ്ഞു പോയിട്ടുള്ളൂ, 3 ഏതൊക്കെയാണ് കളർ പിക്ചർ ട്യൂബ് ഏതൊക്കെയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ വരുന്ന സെഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റീവ് സോൾവ് ചെയ്യുന്ന സമയത്ത് പറയാം.